ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ട് വരുന്നൊരു വാർത്തയാണ് പെട്ടെന്നുള്ള പ്രവാസ ലോകത്തെ മരണങ്ങൾ. നമ്മൾ ഓരോ ആളുകളും നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങി. ഈ ബിസിനസ്സുകളിൽ വലിയ പരാജയങ്ങൾ സംഭവിക്കും. ഈ പരാജയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയൂല. പിന്നെ അതിൻ്റെ ടെൻഷനുകളായി, പിന്നെ അതിൻ്റെ കടങ്ങൾ വീട്ടാൻ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയാണ് ഒരു 80% പ്രവാസികളും പോകുന്നത്. പിന്നെ നിങ്ങളാരും ഒരു പരാജയപ്പെട്ടെന്ന് കരുതിയിട്ട് കുറേ ആളുകൾ നിങ്ങളെ കളിയാക്കാനൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്താണെന്നോ, ഒരാളും ബിസിനസ്സിൽ പരാജയപ്പെടണം എന്ന് കരുതിയിട്ട് ഒരിക്കലും ബിസിനസ്സിൽ ചെയ്യൂല. ആ ബിസിനസ് പരാജയപ്പെടുന്നത് ആ ചെയ്യുന്ന ആളുകളെ അറിവില്ലായ്മയും അതുപോലെ ഭാഗ്യദോഷവും. ഇത്രയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറേ ആളുകൾ നമ്മൾ ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടാൽ നമ്മളെ കളിയൊക്കെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ആരും മെയിൻറ്റെയിൻ ചെയ്യരുത് ഒരിക്കലും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും, ഞാൻ ഒരു ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വേദനകളും അതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ. നമ്മളൊപ്പം നിന്നവർ വരെ നമ്മളെ കുറ്റപ്പെടുത്തും. അതൊന്നും കരുതി നിങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കഴിയുന്നിടത്തോളം ഫ്രണ്ട്ഷിപ്പുകൾ ഒഴിവാക്കുക. നമ്മളെ കുറ്റപ്പെടുത്തുന്ന കുറേ ആളുകളുണ്ടാവും, അവരെ ഒഴിവാക്കുക. നമുക്ക് നല്ല ഇൻഫർമേഷൻ തരുന്ന ആളുകളെ നമ്മൾ കൂട്ടത്തിൽ നിർത്തുക. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാന് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ നമുക്കെന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അതിനി എത്ര വലിയൊരു എമൗണ്ട് ആയാലും 10 റിയാലിൽ കൂടുതൽ എന്തായാലും വരില്ല. നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കോണമെന്നില്ല. നമുക്ക് പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. നമ്മളെ ശരീരം നോക്കുക. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. നമുക്ക് ദൈവത്തിനെ മാത്രം വിശ്വാസം ഉണ്ടായാൽ മതി. നമ്മളെന്താണോ ചെയ്യുന്നത് നമുക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളവർ പല ആളുകളും പല കോണുകളിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും എല്ലാവരും കുറ്റപ്പെടുത്താണ്ടാവും. നിങ്ങൾ കൃത്യമായിട്ട് രാവിലെ എക്സസൈസ് ചെയ്യുക. ഒരു 40 മിനിറ്റെങ്കിലും നിങ്ങളൊരു ദിവസം എക്സസൈസ് ചെയ്യുക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കുക. അതേപോലെ രാത്രി ഹെവി ഫുഡ് കഴിക്കുന്ന പരിപാടികൾ ഒഴിവാക്കുക. എന്തെങ്കിലും ജ്യൂസോ ചെറിയ എന്തെങ്കിലും കഴിച്ച് ശക്തമായി തിരിച്ചു വരിക.